വളരെ മോശം. എന്തൊക്കെ ഈ ഒരു ഓർഡറിന്റെ മുകളിൽ തുടക്കം മുതലേ പണിയായിരുന്നു. ശേഷം പറഞ്ഞ ഈ ഒരു ഓർഡറിന്റെ മുകളിൽ തുടക്കം മുതലേ ഇത് ഓർഡർ കിട്ടിയപ്പോൾ മുതലേ പണി. വാട്സാപ്പ് യൂട്യൂബ് ഇന്നിപ്പോൾ ജനുവരി 26 നമ്മളെ റിപ്പബ്ലിക് ഡേ. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഒരുപാട് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്വിഗ്ഗിയിൽ. അപ്പോൾ ഓരോ ഓർഡർ നമ്മൾ നമുക്ക് 30 രൂപയൊക്കെയാണ് നമുക്ക് ഓരോ ഓർഡർ നമ്മൾ മിനിമം ചാർജായിട്ട് വരുന്നത്. ചാർജും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ടൈമും കാര്യങ്ങളും വേറെ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. ആ ടൈമും കാര്യങ്ങളെ വേറെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം എത്രത്തോളം ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ മുന്നേ ഇറങ്ങിയ ദിവസം എനിക്ക് വളരെ കുറവിന് ഓർഡർ കസ്റ്റമർ വിളിക്കുന്നു. ഓക്കെ, ഞാൻ കുറഞ്ഞ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് കസ്റ്റമർ വിളിക്കുന്നുണ്ട് എന്നെ. നോക്കട്ടെ. കമ്പനിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ഓർഡർ വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നത് വീഡിയോ എടുക്കാനുള്ളതില്ലേ. Dear delivery partner, this is regarding your ongoing order. We have noticed that you have not moved from your current location for more than 10 minutes, and this could lead to a delay in delivery to the customer. Press 1 if you are on the way to deliver the order. Press 2 if you need assistance from the support team. അപ്പോൾ നമുക്കിനി ഓരോ ഡിലേ ആക്കണ്ട. ഇപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കുന്നത് എൻ്റെ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിലേ ആയി പോയി. ഓക്കെ, അപ്പോൾ ഇനി നേരെ പോവാം. എനിക്ക് മൂഴിക്കൽ ഭാഗത്തേക്കാണ് ഓർഡർ എടുക്കണ്ടേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർഡർ എടുക്കാൻ ദിവസം കാണിച്ചു തരാം. ഫസ്റ്റ് ഓർഡർ എനിക്ക് വരുന്നത് ഷീറോ ഹോം ഫുഡ് എന്നാണ്. ഞാനത് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഭാഗത്ത് നിന്ന് ഫുഡ് എടുക്കും. ഈ റെസ്റ്റോറൻറ്റ് ഹോം ഫുഡാന്ന് തോന്നുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം തോന്നുന്നു. അപ്പോൾ പോവാം. ഇവിടെ കൂടിയാണ് മാപ്പ് കാണിക്കുന്ന. ഈ വഴി കൂടെ പോകാനാണ് കാണിച്ചത് കേട്ടോ. വീട്ടിലുള്ള ഒരു സംഭവമാണ് ഹീറോ ഈ വഴിക്കണം കേട്ടോ നോക്കണ്ടേ. അപ്പോൾ സ്വിഗ്ഗിയിൽ ഇങ്ങനെ ഇവിടെ നിന്നാണെങ്കിൽ ഫുഡ് എടുക്കേണ്ടത്. ഓക്കെ, കസ്റ്റമർ വിളിക്കുന്നു. അല്ല, കസ്റ്റമർ അല്ലേ, സോറി. വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കസ്റ്റമറെ ലാലിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ വിളിച്ചോട്ടെ. പുളിയിഞ്ചി മിക്സ് വിത്ത് ഓക്കെ. ഇത് നല്ലൊരു പരിപാടി കേട്ടോ. സംഭവം വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെയിലും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ എൻ്റെ ഫുഡ് വിട്ടിട്ടുണ്ട്. എനിക്ക് ഫുഡ് വരുന്നത് പുളിയിഞ്ചിയും മിക്സ് വെജ് സാമ്പാറാണ് വരുന്നത്. സംഭവം ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇത് സംഭവം ഷീറോ ഫുഡ് ഹോം. നമുക്ക് ലൈസൻസ് വേണ്ടി വരും എന്തായാലും ഫുഡല്ലേ. അപ്പോൾ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്താൽ ഫുഡ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്വിഗ്ഗിയിൽ തന്നെ വിൽക്കാം. നല്ലൊരു വരുമാന മാർഗ്ഗമായി വീട്ടമ്മമാർക്കൊക്കെ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7657 ഓർഡർ ഐ ഡി വന്നത് ചെയ്തു. ഇനിയിപ്പോൾ നേരെ എനിക്ക് പോകാനുള്ളത് ചേവരമ്പലം ഇരിങ്ങാടൻപള്ളി റോഡ് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. പോയേക്കാം. മെഡിക്കൽ കോളേജിലേക്കാണല്ലോ കാട്ടുന്നത്. പോവാം. ഒരു ടിപ്പ് ദിവസം പറഞ്ഞത്, നമ്മളിപ്പോൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഏതാണെങ്കിലും ഏത് ഡെലിവറി ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഒരുപാട് ദൂരമൊക്കെ ഇങ്ങനെ ഓടിക്കേണ്ടി വരില്ലേ വണ്ടി. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുക, മൈക്കിൽ പാട്ടും വെച്ച് പോവുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ഏകാന്തത ഫീൽ ചെയ്യില്ല. മറ്റേ നമ്മൾ ഒറ്റ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുറേ ദൂരം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ചടപ്പായിരിക്കും സത്യം പറഞ്ഞാൽ. എനിക്ക് തന്നെ ചടക്കുന്നുണ്ട്. പാർട്ട് ടൈം ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഹെഡ്സെറ്റൊക്കെ എടുക്കാൻ മറന്നു പോയിന്ന് കണ്ടാൽ പിന്നെ അന്നത്തെ ദിവസമായി പോയി. പിന്നെ ഹെഡ്സെറ്റ് എടുത്താൽ വേറെ പ്രശ്നമുണ്ട്, നമുക്ക് കോൾ ചെയ്യാൻ കഴിയില്ല. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ കസ്റ്റമർ റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഹെഡ്സെറ്റ് എടുത്തിട്ട് ഭയങ്കര വലിയ ഇതായിരിക്കും. അപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് വെച്ച് നൈസ് ഇങ്ങനെ ചിരിച്ചിട്ടായിട്ട് പോവാം. അതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ. ഈ സ്വിഗ്ഗിയിലാണെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് 2 പേരെ ഒരു വണ്ടിയിൽ കയറ്റാൻ കഴിയില്ല. അങ്ങനെ റൂളുണ്ട് ശരിക്കും, പക്ഷെ പലരും കയറ്റാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും റൂൾ പറഞ്ഞാൽ ഒരു സമയത്ത് 2 പേര് വണ്ടിയിൽ കയറ്റാൻ കഴിയില്ല എന്ന റൂളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ നല്ല ചടക്കില്ല. ആ സമയത്ത് നമുക്ക് സ്പോട്ടിഫൈയിൽ പാട്ടും വെച്ച് ഹെഡ്സെറ്റും കണക്ട് ചെയ്ത് പോയാൽ പിന്നെ വലിയൊരു ചടപ്പും കാര്യം നമ്മൾ അറിയില്ല. അതിലൊരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കോളൂ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കും അത് പറഞ്ഞാൽ ഒരു ചടപ്പ് സംഭവം ആയിരിക്കും. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചടപ്പായിരിക്കും. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര ചടപ്പ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവാന്നേ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അധികം സ്പോട്ടിഫൈയിൽ പാട്ട് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എന്താ പറയുക ഹെഡ്സെറ്റ് കിടക്കാൻ മറന്നു പോയി പറഞ്ഞാൽ എന്നാൽ ദിവസം പോയി ഉള്ള പറയാലോ. ഈ ഭയങ്കര ചടപ്പായിരിക്കുന്ന വർക്ക് ചെയ്യാൻ. ഞാൻ പിന്നെ വീട്ടിൽ പോയി ഹെഡ്സെറ്റ് കിട്ടുക പിന്നെ വർക്കിന് ഇറങ്ങൽ തന്നെ അത്രയും ചടപ്പായിരിക്കും ഒരു ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറഞ്ഞാൽ.
ഇപ്പോൾ കാഴ്ച കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത്? ഹലോ, സ്വിഗ്ഗി എന്നാണേ. ഹലോ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിൽ. ഇരിങ്ങാലപ്പള്ളിയിലേക്കാണ് വരണ്ടേ? ആണോ? ആ, ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഗൈസ്, ആദ്യത്തെ ഓർഡർ തന്നെ ലൊക്കേഷൻ മാറി തെറ്റി നല്ല സൈഡ് ഉണ്ട്. നമ്മളിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ച് ഇനിയും പോകണം. നമ്മൾ വന്ന ഇരിങ്ങാലപ്പള്ളി കൂടെ വന്നത്. പക്ഷേ ലൊക്കേഷൻ കാണിച്ച് ചേവേരി കൂടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നതെങ്കിൽ. ഇപ്പോൾ 2-3 പ്രാവശ്യം ഈ ലൊക്കേഷൻ മാറി കിട്ടുന്നത് എനിക്ക് എന്താ അറിയില്ല പോലും. ഇനി അതുപോലെ ബഗ്ലിഷും കാര്യങ്ങളാണോ എന്ന് അറിയില്ല. ഇനി അവിടെ വരെ പോകണ്ടേന്ന് ആലോചിക്കുമ്പോൾ പക്ഷെ നമുക്ക് ഇതിനുള്ള പൈസ കിട്ടും. നമ്മൾ എത്ര ദൂരം നമ്മൾ എക്സ്ട്രാ ഓടി എന്നുള്ളതിന് പൈസ കാര്യം നമുക്ക് കിട്ടും. അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെ നമുക്കിത് പൈസ ടിക്കറ്റ് റേറ്റിനൊക്കെ കാണിച്ചിറങ്ങാൻ കേട്ടോ. അത് നമുക്ക് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ നിങ്ങളുടെ കസ്റ്റമർ ലൊക്കേഷൻ്റെ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഓടി എന്നുള്ളതിൻ്റെ പൈസ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് കാണിച്ചിറങ്ങലും അതിൽ പോവാം. ആ മാപ്പ് ചേവരാണ്. അതാ അവിടെ എത്തിയിട്ട് വിളിച്ചേ. ഇത് മോഴിക്കല് വീട്ടിൽ നിന്നുണ്ടായി കൊടുക്കുന്ന. ആ, അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ആ ഡെലിവറി ചെയ്ത ടൈമിൽ ഞാൻ ഫസ്റ്റ് പോയത് ചേവേര് ഭാഗത്തേക്കാണ്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ഞാൻ അത് മാപ്പ് വിളിച്ച് നോക്കണമായിരുന്നു. ഞാൻ എന്ത് ചെയ്ത് ഗൂഗിളിൽ നേരെ വിശ്വസിച്ച് നേരെ പോയത് ചേവേരിലേക്ക്. അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറി, 3 ഒരു 2-2.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കസ്റ്റമർ ലൊക്കേഷൻ മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റീച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ OTP കാര്യങ്ങൾ പോകും. OTP കിട്ടുകയാണെങ്കിൽ കസ്റ്റമർ ചോദിച്ചാൽ അവർ തരും. ഇതിപ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല, അപ്പോഴത്തേക്ക് കസ്റ്റമർ ഉള്ളോട് പോയി. അപ്പോൾ OTP കിട്ടാത്ത അവസരത്തിലാണെങ്കിൽ നേരെ നമ്മൾ ഹെൽപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻകറക്റ്റ് കസ്റ്റമറല്ല, ഐ ഹാവ് ഫുഡ് ഡിഷിൽ ഏതാ കൊടുക്കുക, ഇതിലേതെങ്കിലും ഇൻകറക്റ്റ് കസ്റ്റമർ അഡ്രസ് കൊടുക്കുക, റിപ്പോർട്ട് ഇഷ്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കെയർ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ പ്രശ്നം ചോദിച്ചിട്ടോ അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുക. കസ്റ്റമർ ലൊക്കേഷൻ തെറ്റാണ്, നമ്മൾ ഇൻകറക്റ്റ് അഡ്രസ്സിൽ കൊടുത്തേ. അപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ തെറ്റാൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ നോട്ട് ഏബിൾ ടു ഫൈൻഡ് കസ്റ്റമർ ഹാസ് ടു ഡെലിവർ ഡിഫറെൻറ്റ് ലൊക്കേഷൻ. അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ കൊടുക്കുക. ഐ വിൽ ഡെലിവർ ന്യൂ ലൊക്കേഷൻ ഫോർ മോർ മണി. ഓക്കെ കൊടുക്കുക. അയ്യോ, ചാറ്റ് വിത്ത് താങ്കളുടെ പ്രശ്നം ഇതിനകം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി 1 അമർത്തുക. അല്ലെങ്കിൽ ഒരു ഏജന്റുമായി സംസാരിക്കാൻ 2 അമർത്തുക. നമസ്കാരം സർ, താങ്കളുടെ കോൾ സെക്യൂരിറ്റി മാനേജ്മെന്റ് ടീമിനെ കോൺടാക്ട് ചെയ്ത് എൻ്റെ പേര് രൂപിക. സർ, താങ്കൾക്ക് ഓർഡർ എന്താ സർവീസ്? കസ്റ്റമർ ലൊക്കേഷൻ തെറ്റാണ്. അപ്പോൾ അതിലൊന്ന് മാനുവലായിട്ട് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് എങ്ങനെയോ? ഡെലിവറി കംപ്ലീറ്റ് ചെയ്തായിരുന്നോ സർ? ആ, ചെയ്തായിരുന്നു. പിന്നെ കസ്റ്റമറോട് സജഷൻ ചെയ്തിട്ട് താങ്കൾക്ക് ഡെലിവറി കംപ്ലീറ്റ് ചെയ്തുതരാം. കസ്റ്റമറോട് സംസാരിക്കുന്ന നേരം താങ്കളുടെ ഫോണിൽ ഹോൾഡിൽ വെച്ചിട്ടെ കോൾ ഡിസ്പ്ലേ ടൈപ്പ് ചെയ്യാമോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഡെലിവറി പാർട്ട്നേഴ്സ് എല്ലാം കാത്തിരുന്നതിന് വളരെ നന്ദി സർ. താങ്കൾക്ക് എന്നെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, താങ്കളുടെ പ്രശ്നം സോൾവ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. താങ്കളുടെ ആപ്പിൽ ഒരു ഫീഡ്ബാക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതിന് ഞാൻ റെസല്യൂഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഗ്രേറ്റ് ഓർ നോട്ട് ഗുഡ് റേറ്റ് ചെയ്യും സർ. ഓക്കെ, ഓക്കെ, താങ്ക് യു. സ്വിഗ്ഗിയുടെ ഒരു ഭാഗമായി നന്ദി. ശുഭദിനം. താങ്ക് യു സർ. അപ്പോൾ ഗൈസ്, എൻ്റെ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാനുവലായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ 41 രൂപയാണ് ഈ ഒരു ഓർഡർ മുളക്കി ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ഓടിയിട്ടുള്ളത് 8.2 കിലോമീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ് വന്നാൽ എനിക്ക് 41 രൂപ കിട്ടിയിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് എനിക്ക് എക്സ്ട്രാ, അതായത് നമ്മളിപ്പോൾ എക്സ്ട്രാ കിലോമീറ്റർ ഓടിയില്ലേ, നമ്മൾ ലൊക്കേഷൻ തെറ്റി നമ്മൾ എക്സ്ട്രാ കിലോമീറ്റർ ഓടിയില്ലേ, അപ്പോൾ അത് എങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം. അതിൽ ഇഷ്യൂ വിത്ത് ഓർഡർ എടുക്കുക. ഇഷ്യൂ വിത്ത് ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഇഷ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് പോയിട്ട് ഇൻകറക്റ്റ് ലൊക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കിനി വരൂ. ഞാൻ അത് പറഞ്ഞില്ലേ, ക്രിയേറ്റ് ടിക്കറ്റ് ഫോർ റിഗാർഡിംഗ് ദിസ് ഇഷ്യൂ പ്ലീസ് മേക്ക് ഷ്യൂർ റൈറ്റ് ഡീറ്റെയിൽസ് ഓഫ് 24 മണിക്കൂറിൽ അത് സോൾവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ടിക്കറ്റ് റേസ് ഉണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞു. എനിക്ക് 2ാമത്തെ ഓർഡർ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഞാനിപ്പോൾ ആലോചിച്ചിട്ടുള്ളൂ എന്താ ചേവാര് ടോപ്പം ചേവരൻ എന്താ ഓർഡർ ഒന്നും വരാത്തതെന്നുള്ളത്. അപ്പോൾ തന്നെ ഓർഡർ വന്നിട്ട്, അപ്പോൾ ടോപ്പം ചേവരെങ്കിൽ ഓർഡർ വന്നിട്ടുണ്ട്. എനിക്കിതിൽ ടോട്ടൽ കിട്ടുന്ന ഏണിങ്സ് 54 + 11 ടോട്ടൽ കിട്ടുക. അപ്പോൾ 65 രൂപ ടോട്ടൽ ഏണിങ്സേ കിട്ടൂ. ഒരു 7-6 കിലോമീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ് പോകാണ്ട്, അതിനാണ് എനിക്ക് 65 രൂപ ടോട്ടലായിട്ട് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം. ഇപ്പോൾ കൺഫേം ചെയ്യാം ഓർഡർ. ഓക്കെ, ഒരു കൺഫേം ചെയ്ത് ഇപ്പോൾ നേരെ എടുത്തിട്ട് എവിടേക്കാണ് പോലും പോകണ്ടേ? നേരെ എടുത്തിട്ട് ശാന്തിഗിരി ആശ്രമത്തിന് ഭാഗത്ത് പോകണ്ടേ. അപ്പോൾ ശാന്തിഗിരി ആശ്രമത്തേക്ക് പറഞ്ഞാൽ ചേവായൂർ അങ്ങനെ പോകണം. ചേവായൂരല്ല, സോറി, മറ്റേ മൂഴിക്കൽ ചെറുവറ്റ വഴിക്ക് ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. തന്നെ മൂഴിക്കൽ ചെറുവറ്റ പാലം ആ വഴി ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ പോവാം എന്തായാലും. ഇപ്പോൾ ഞാൻ ഇവിടെ ടോപ്പം ചേവാറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇവിടെ റെഡി ആയിട്ടില്ല കേട്ടോ. 2 വെജ് ബിരിയാണിയാണ് ഓർഡർ ഉള്ളത്. ഫുഡ് റെഡി സ്ക്രീനിൽ കാണുന്നുണ്ടോ പോലും നോക്കില്ല, എനിക്ക് കാണുന്നുള്ള അറിയില്ല. ഇപ്പോൾ 2 വെജ് ബിരിയാണിയാണ് എനിക്ക് ഓർഡർ ഉള്ളത്. ഫുഡ് റെഡി ആയിട്ടില്ല. ഈ ക്യാമറ ഉള്ളതുകൊണ്ട് അധികം നേരം ഉള്ളിൽ പോയി നിൽക്കാനേ കഴിയില്ല. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക്. കാഴ്ച ഓർഡർ ഇപ്പോഴാണ് കിട്ടുന്നത്. ഇപ്പോൾ സമയം കറക്റ്റ് ഇതാ 1:45 ഞാൻ 12:45 അവിടെ എത്തിയതാണ്. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള പൈസ ആണെങ്കിൽ വേറെ എക്സ്ട്രാ നമുക്ക് കിട്ടും. അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് 27 രൂപ 30 രൂപ ഇങ്ങനെ ടോട്ടൽ ഏണിങ്സേ വരുന്നത്. അതായത് ടോട്ടൽ ഏണിങ്സ് അല്ല, എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്ന ഏണിങ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൺഫേം ഐറ്റംസ് കൊടുക്കുക. വല്ലാത്ത ദിവസം എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നറിയോ. ഇനി കക്കോടി ഭാഗത്തേക്കാണല്ലോ പോകേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകാം നമുക്ക്. ചാർജ് കുറവാണ്, ക്യാമറ ചാർജ് വളരെ കുറവാണ്. ഓ പിന്നെ കസ്റ്റമർ വിളിച്ചപ്പോൾ ലൊക്കേഷൻ ഇവിടെ ആണ് കാട്ടുന്നത്. കസ്റ്റമർ വിളിച്ചിട്ട് ബാക്കി നോക്കാം നമുക്ക്. ഹലോ, എത്തിയുണ്ട്. ഇതിലേതാ വീട് വരുന്നത്? ഏതാ, തുഷാരാണോ? വിശാഖ അല്ലേ? ഒരു ഓലയൊക്കെ ഉള്ള വീടാണോ? ഇലക്ട്രിക് സ്കൂട്ടർ ചിലപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ തെറ്റാണ്. ഇത് സ്വിഗ്ഗിയിൽ കൊടുത്ത ലൊക്കേഷൻ തെറ്റാട്ടോ. അപ്പം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ട് വാട്സപ്പിൽ ലൈവ് ലൊക്കേഷൻ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്പറും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈവ് ലൊക്കേഷൻ അയച്ചു തരും. നോക്കാം എന്താ അവസ്ഥ. ഇതിന് തൊട്ട് മുന്നത്തെ ഓർഡർ സെയിം അവസ്ഥ തന്നെയായിരുന്നു. എനിക്കിത് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ട് നോക്കാം എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഇവിടുന്ന് 2 കിലോമീറ്ററോ? ഇവിടുന്ന് 3 കിലോമീറ്ററിനടുത്ത് പോകാണ്ട് കേട്ടോ. എന്താ പോലും ഇങ്ങനെ മാറുന്ന ലൊക്കേഷൻ. നേരത്തെ ഫസ്റ്റ് ഇത് ഇങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും പോവാം. ഞാൻ കൊറേ കാലം സൊമാറ്റോല്ല, ഞാൻ മാറ്റി പിടിച്ച സ്വിഗ്ഗി എങ്ങനെ ഉണ്ടായിരുന്നു. അതൊന്ന് കിട്ടാനല്ലേ ലേറ്റ് ആയി പോയി. ടോഫോം ആ പണ്ടാ റെസ്റ്റോറൻറ്റിൽ ഏൽപ്പിച്ചാണ്. നല്ല വെജ് ബിരിയാണി അവിടെ ഇട്ടുള്ളൂ അല്ലേ? അതിന് പറ്റിയോ? കാരണം നമുക്ക് ഫുഡ് നമുക്ക് ശരിക്കും 1 മണിക്ക് റെഡി ആവേണ്ടിയാ. പക്ഷെ റെഡി ആയത് 1:36. പിന്നെ ലൊക്കേഷൻ അവിടെ കാണിച്ചു. ഏത് മറ്റേ ഇവിടെ സ്കൂളില്ലേ, ഹൈസ്കൂളില്ലേ, പറമ്പില സാറ് അങ്ങനെ കാണിച്ചു. അതാ ലൈവ് ലൊക്കേഷൻ അയച്ചാൽ വേണ്ടി പറഞ്ഞേ. അത് പോസ്റ്റ് 6-7 അത് കൊടുത്തപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതായിരിക്കും. ഏത് കുന്നമംഗലാണെങ്കിൽ ടോപ്പ് തന്നെ അധികമുള്ള. പിന്നെ ബീച്ചിൽ അങ്ങോട്ട് വേറെ കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓർഡറിന്റെ മുകളിൽ തുടക്കം മുതലേ പണിയായിരുന്നു. ശേഷം പറഞ്ഞാൽ ഈ ഒരു ഓർഡറിന്റെ മുകളിൽ തുടക്കം മുതലേ ഇത് ഓർഡർ കിട്ടിയപ്പോൾ മുതലേ പണി. ഞാൻ ഇവിടുന്ന് ഫുഡ് ഓർഡർ കിട്ടി. ഫുഡ് അയ്യോ ഇത് കൊടുത്തില്ല. അതാ പിന്നെയും പണി കിട്ടി. ശരി, റിപ്പോർട്ട് ഇഷ്യൂ കൊടുക്കാം. ഈ കസ്റ്റമർ ലൊക്കേഷൻ വേറെ ആയതുകൊണ്ടേ. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ ഈ ഒരു ഓർഡർ കിട്ടിയ മുതൽ എനിക്ക് ഫുള്ള് പണിയായിരുന്നു. 8-ന് പണിയായിരുന്നു.
ഞാൻ ഓർഡർ എടുത്ത് നേരെ ടോപ്പ് ഫോമിൽ പോയി. ടോപ്പ് ഫോമിൽ പോയപ്പോൾ അവിടെ എനിക്ക് 12:56 അങ്ങനത്തെ ഫുഡ് റെഡി ആവേണ്ടതാണ്. പക്ഷേ എനിക്ക് ഓർഡർ റെഡി ആയത് എത്ര മണിക്കാണ്? 1:26, 1:36 അങ്ങനെന്തോ അയക്കുന്നത്. നല്ല അരമണിക്കൂർ മുകളിലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അത് കിട്ടി നേരെ കസ്റ്റമർ ലൊക്കേഷനിൽ പോയത്. കസ്റ്റമർ മാപ്പ് സ്വിഗ്ഗിയിൽ കൊടുത്ത ലൊക്കേഷനില്ലേ, ആ ലൊക്കേഷനിൽ പോയപ്പോൾ കസ്റ്റമർ അതല്ല ലൊക്കേഷൻ പറഞ്ഞ്. അങ്ങനെ കസ്റ്റമറെ വാട്സപ്പിൽ വിളിച്ചിട്ട് വാട്സപ്പിൽ ലൈവ് ലൊക്കേഷൻ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞ് ലൈവ് ലൊക്കേഷനൊക്കെ അയച്ചു തന്നപ്പോഴത്തേക്കും ഏകദേശം 3 കിലോമീറ്റർ, അതായത് കസ്റ്റമർ സ്വിഗ്ഗിയിൽ കൊടുത്ത ലൊക്കേഷൻ ഏകദേശം 3 കിലോമീറ്റർ മാറിയിട്ടാണ് കസ്റ്റമറെ ശരിക്കും ലൊക്കേഷൻ വരുന്നത്. നേരത്തെ ഒരു പാറ കണ്ടില്ലേ, ഒരു അയ്യപ്പ ക്ഷേത്രം, അതാണ് ലാൻഡ്മാർക്ക് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവിടെ വേറൊരു ഇതായിരുന്നു ഉള്ളത്. വേറൊരു അമ്പലമായിരുന്നു എനിക്ക് അവിടെ കാണിച്ചത്, സ്വിഗ്ഗിൻ്റെ ലൊക്കേഷൻ കാണിച്ചത്. അങ്ങനെ ഇവിടെ എത്തി 3 കിലോമീറ്റർ മാറി എത്തി. കസ്റ്റമറിലെ ചൂടായിട്ടൊന്നുമില്ല, സാധാരണ ചൂടാണ്ട്. ഏകദേശം എന്താ പറയുക 1.5 മണിക്കൂർ അങ്ങനെ അയക്കുന്നു തോന്നുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ട്. നല്ല ഡിലേ അയക്കുന്നത്. ഒന്നാമത് അവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റ് തന്നെ നല്ല ഡിലേ അയക്കുന്നത്. 1/2 മണിക്കൂറോളം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് അങ്ങനെ ലോക്ക് അയക്കുന്നത്. അപ്പോൾ കസ്റ്റമറിൽ റിപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഇതിൽ പ്രശ്നം എന്താ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുകയാണെങ്കിൽ OTP ആണോ കസ്റ്റമർ അതിനെ വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് തെറിയേക്കേണ്ടി വരും. അതിനുകൊണ്ട് ഞാൻ OTP ചോദിക്കാൻ നിന്നിട്ടില്ല. നേരെ ഇങ്ങോട്ട് വന്ന് ഇനി സ്വിഗ്ഗീൻ്റെ ആൾക്കാരോട് തന്നെ എനിക്ക് മാനുവലായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൽ റിക്വസ്റ്റും കാരണം ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിഗ്ഗീൻ്റെ ആൾക്കാരും കൂടെ വിളിച്ചിട്ട് ബാക്കി ഓർഡർ ചെയ്തോളൂ, ഓരോട് പറയാനി, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഫുഡ് കഴിക്കാണ്ട് വീട്ടിൽ പോയി. എനിക്ക് നല്ല വെസ്റ്റുണ്ട്, നല്ല രീതിയിൽ വെസ്റ്റുണ്ട്. പോവാം. താങ്കളുടെ പ്രശ്നം ഇതിനകം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി 1 അമർത്തുക. അല്ലെങ്കിൽ ഒരു ഏജന്റുമായി സംസാരിക്കാൻ 2 അമർത്തുക. ഏജന്റായിട്ട് സംസാരിക്കാൻ 2. നമസ്കാരം, താങ്കളുടെ മാനേജ്മെന്റ് ടീമിലേക്ക് കണക്ട് ആയിരിക്കാണ്. എൻ്റെ പേര് ശ്രീഷ്മ. എന്താണ് സാർ ഇഷ്യൂ ഓർഡറിൽ? എനിക്കിതൊന്ന് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് തരുമോ? ഓക്കെ സാർ, ലൊക്കേഷൻ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നോ സാർ കസ്റ്റമറുടെ? ലൊക്കേഷൻ 3 കിലോമീറ്ററിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് കസ്റ്റമറായിട്ടൊരു കൺഫർമേഷൻ വാങ്ങാനുണ്ടായിരുന്നു സാർ. കോളൊന്ന് ഹോൾഡ് ചെയ്തോട്ടെ സാർ. ഓക്കെ. താങ്ക് യു. പാൻകാർഡിൽ നിന്നാണ് സാർ. ചെക്ക് ചെയ്തോളൂ സാർ. എൻ്റെ ഭാഗത്ത് ഞാൻ ബെനിഫിറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആയിട്ടുണ്ട്. താങ്ക് യു. നന്നായി വിശ്വസിക്കുന്നു സാർ. ആയി. ഈ കോളർ ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് നോട്ടിഫിക്കേഷൻ വരും. ഗ്രേറ്റ് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് കോളർ ചെയ്യും. ഓക്കെ. സ്വിഗ്ഗിൻ്റെ ഒരു ഭാഗമായിരുന്നു. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. കസ്റ്റമർ കെയർ മാനുവലായിട്ട് തന്നെ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു ടൈം വന്നിട്ടില്ലേ, ഇതൊരു 15 സെക്കൻഡോടൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഓർഡറും കാര്യം വന്നിട്ടില്ലെങ്കിൽ 11 രൂപ എക്സ്ട്രാ കിട്ടും. കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതാ കാണില്ലേ, 11 രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓർഡറിൻ്റെ മുകളിൽ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള ഏണിങ്സ് പറയുകയാണെങ്കിൽ ഇവിടെ 88ഉം 11. കാരണം 88 വരാൻ കാരണം 88ഉം 11, അപ്പോൾ എത്രയായി? 99 രൂപയാണ് ഈ ഒരു ഓർഡർ മുകളിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ 10 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത്, അല്ലെങ്കിൽ 99 രൂപ കിട്ടി. ഇത്രയൊരു ഏണിങ്സ് കിട്ടാനുള്ള പ്രധാന കാരണം എനിക്ക് അവിടെ കുറേ വെയിറ്റ് ചെയ്തില്ലേ, അതിനോണ്ടാണ് കിട്ടാനുള്ള കാരണം വന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താ പറയുക, വെയിറ്റ് ടൈം കൊടുക്കുക. വെയിറ്റ് ടൈം കൊടുക്കുകയാണെങ്കിൽ ഇൻകറക്റ്റ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം കൊടുത്താൽ മതി. വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം. ഓക്കെ, അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏണിങ്സ് കൂടെ എനിക്ക് ആപ്പിൽ ഇനി അപ്ഡേറ്റ് ആയി വരും കേട്ടോ, അവർ സോൾവ് ചെയ്തിട്ട്. ആണല്ലേ 27 രൂപ അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? 27 രൂപ അപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഓർഡർ മുകളിൽ എനിക്ക് 127 രൂപയാന്ന് തോന്നുന്നു. 127 അല്ലേ? 126 രൂപ ടോട്ടൽ ഏണിങ്സ് വന്നിട്ടുണ്ട്. വെയിറ്റ് ടൈം എല്ലാം കൂടെ കൂട്ടിയിട്ട് 126 രൂപ വന്നു. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ ഇവിടെ നിർത്താണ്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് നല്ല വിശക്കുണ്ട്. വീട്ടിൽ പോയി നല്ല ഫുഡ് കഴിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത പുതിയ വീഡിയോ കാണാം. ബൈ.